ഓഗസ്റ്റ് 22 മുതൽ 25 വരെ പാലാ അൽഫോൻസിൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തപ്പെടുന്ന സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 5ാമത് സമ്മേളനം സഭാ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സഭാ നേതൃത്വം. ഇതിന് വിരുദ്ധമായ ചർച്ചകളും പ്രസ്താവനകളും ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്നത് തികച്ചും ദുരുദ്ദേശപരമാണെന്ന് മീഡിയ കമ്മീഷൻ സെക്രട്ടറിയും സീറോ മലബാർ സഭ PROയുമായ ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര VC പ്രസ്താവിച്ചു. സീറോ മലബാർ സഭ ഒന്നാകെ ഏറെ പ്രാർത്ഥനയോടെ നോക്കിക്കാണുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെക്കുറിച്ച് വിശ്വാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാവരും തിരിച്ചറിയണമെന്നും ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര അറിയിച്ചു. നീതിയും സാഹോദര്യവും ഉറപ്പുവരുത്തുന്ന ഒരു ലോകത്തിനായി പ്രയത്നിക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. തുർക്കിയിലെ അനറ്റോലിയ അപ്പസ്തോലിക വികാരിയേറ്റിന്റെ കീഴിലുള്ള വിവിധ സമൂഹങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിനു നൽകിയ സന്ദേശത്തിലാണ് പാപ്പയുടെ ഈ ആഹ്വാനമുള്ളത്. ഫ്രാൻസിസ് പാപ്പയുടെ കത്ത് മോൺസിഞ്ഞോർ ഇൽജിത്ത് തർജ്ജമ ചെയ്ത് എല്ലാവർക്കും വേണ്ടി വായിച്ചു. വികാരിയത്തിലെ അംഗങ്ങളായ യുവജനങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള വലിയൊരു അവസരമാണിതെന്ന് ബിഷപ്പ് പറഞ്ഞു. പാപ്പയോടുള്ള നന്ദി സൂചകമായി യുവജനങ്ങളും ഒരു എഴുത്ത് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അധികം താമസിയാതെ ആ എഴുത്ത് കൈമാറുമെന്നും മോൺസിഞ്ഞോർ അറിയിച്ചു. മാണ്ഡ്യ രൂപതയിലെ ബാംഗ്ലൂർ വിജയനഗർ മേരിമാത സീറോ മലബാർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും സംയുക്ത തിരുനാൾ ആഗസ്റ്റ് 18 ആഘോഷിച്ചു. തിരുനാൾ ദിവസമായ ആഗസ്റ്റ് 18 ഞായർ രാവിലെ 9 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിതിൻ പുൽപ്പേൽ MCBS മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ടോമി ഉറുമ്പുംകുഴിയിൽ CMF വചന സന്ദേശം നൽകി. ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ മതബോധന വിദ്യാർത്ഥിനികൾ പരിശുദ്ധ അമ്മയുടെ വേഷം ധരിച്ചുകൊണ്ട് പങ്കെടുത്തത് ഈ വർഷത്തെ പ്രത്യേകത ആയിരുന്നു. ബാംഗ്ലൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തു. സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. തിരുനാൾ ദിവസം മാതാവിനെ പുഷ്പമുടി സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ആധിപത്യം ഏറ്റെടുത്തതിന്റെ 3ാം വർഷവും ക്രൈസ്തവർ നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാജ്യത്തെ ഏറ്റവും വലിയ US സൈനിക താവളമായിരുന്ന ബഗ്രാം എയർഫീൽഡിൽ സൈനിക പരേഡോടെ താലിബാൻ തങ്ങളുടെ ആധിപത്യത്തിന്റെ വാർഷികം ആഘോഷിച്ചത്. US പിന്തുണയുള്ള അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ പിൻവാങ്ങുകയും നേതാക്കൾ രാജ്യം വിടുകയും ചെയ്തതിനെ തുടർന്ന് 2021 ഓഗസ്റ്റ് 15 തീവ്ര ഇസ്ലാമിക സംഘടന കാബൂൾ പിടിച്ചെടുക്കുകയായിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ രാഷ്ട്രപതി ലാസറസ് ചക്വേര വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. ഇന്നലെ ആഗസ്റ്റ് 19 തിങ്കളാഴ്ച വത്തിക്കാൻ കൊട്ടാരത്തിൽ വെച്ചാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനും സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങളുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗാറും സന്നിഹിതനായിരുന്നു. 2018 സെൻസസ് പ്രകാരം രാജ്യത്തെ ജനസംഖ്യയുടെ 77.3% ക്രിസ്ത്യാനികളാണ്. മൊത്തം ജനസംഖ്യയുടെ 17.2% കത്തോലിക്ക വിശ്വാസികൾ.